catch a glimpse of me. Don't you worry, it's okay to take a peek. See the magic words now, pretty please. Yeah, you try to hide it, and you've gotten curious. So let your feelings out, stop playing. അപ്പം സാധാരണ പറയുന്ന പോലെ തന്നെ വെൽക്കം ടു D2 സ്റ്റോറീസ്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഇവിടെ ഒരു ഫാം ഹൗസിലാണുള്ളത്. ഞങ്ങൾ ആദ്യമായിട്ട് UK വന്നിട്ട് ഞങ്ങളുടെ എല്ലാ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ പഴയ ഫ്രണ്ട്സുകൾ ഡൽഹിയിലുണ്ടായിരുന്ന എല്ലാവരും കൂടെ 7 ഫാമിലീസ് ഒരുമിച്ച് ഞങ്ങളിവിടെ നമ്മുടെ ഡോർച്ചസ്റ്ററിൽ നിന്ന് ഒരു 40 മിനിറ്റ്സിൻ്റെ ഡ്രൈവ് ഉണ്ട്. മാഗ്ഡലൻ എന്ന് പറയുന്ന ഒരു ഫാം ഹൗസിൽ വന്നതാണ്. ഞങ്ങൾ ഇന്ന് നൈറ്റും നാളെയും എന്നിട്ട് ഞങ്ങൾ മറ്റന്നാളെ ഇവിടുന്ന് പോവുള്ളൂ. നല്ല സ്ഥലമാണ്. നമ്മൾ അവിടുന്ന് പോന്നപ്പോൾ തന്നെ ടൗണിൽ നിന്നെല്ലാം മാറി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലം. ഭയങ്കര കാമാൻകായിട്ട് പിള്ളേർക്ക് ഇഷ്ടം പോലെ കളിക്കാൻ സ്ഥലം. അകത്തെ എല്ലാം വീഡിയോ നമ്മൾ കാണിച്ചു തരുന്നതായിരിക്കും. അങ്ങനെ ഞങ്ങൾ ഒരു 3 ദിവസം അടിച്ചു പൊളിക്കാൻ പോവാണ്. നല്ല വെതറും. അതെ, അതായത് ഞങ്ങൾക്ക് 2 ദിവസം നല്ല വെതറാണ് കാണിക്കുന്നത്. സൂപ്പർ വെതറാണ്. അത് തന്നെ വലിയ നമുക്ക് പോരാ. മഴയായിരുന്നെങ്കിൽ പെട്ടുപോയനെ. നമുക്ക് ഇവിടുത്തെ എല്ലാ വിശേഷങ്ങളുമായിട്ട് കാണാം. അകത്തെ നമ്മുടെ കിച്ചൺ ഞങ്ങൾ തന്നെ ഇവിടെ സാധനം എല്ലാം കൊണ്ട് ഓരോ ഫാമിലി ഓരോരോ സാധനങ്ങൾ മേടിച്ചുകൊണ്ട് വന്നു. അപ്പം നമ്മളതെല്ലാം എല്ലാവരും കൂടെ കുക്ക് ചെയ്ത്, ഇവരാണ് കൂടുതലും കുക്ക് ചെയ്യാന്ന് പറഞ്ഞിരിക്കുന്നത്, ജെൻസ്. അപ്പം ഞങ്ങളത് മാക്സിമം എൻജോയ് ചെയ്യും. അപ്പോൾ ഇവർ എല്ലാവരും കൂടെ കുക്ക് ചെയ്ത് രാത്രിയിലെ ക്യാമ്പ് ഫയർ ഒക്കെ ചെയ്ത് പാട്ടും ഡാൻസൊക്കെ ആയിട്ട് ഞങ്ങൾ 2-3 ദിവസം അടിച്ചു പൊളിക്കാം. അതെ, ഞങ്ങൾ ഡൽഹിയിലുണ്ടായിരുന്ന ഞങ്ങൾ ഒരുമിച്ച് 10-15 വർഷമായിട്ട് ഒരുമിച്ചുണ്ടായിരുന്നവരെല്ലാം ഏകദേശം ആൾക്കാർ എല്ലാം തന്നെ നമ്മൾ ഡൽഹി UK-ലും ഇവിടെ എത്തി. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഞങ്ങളുടെ ആദ്യത്തെ ഒരു ഗെറ്റ് ടുഗദർ ഇവിടെ അങ്ങ് സ്റ്റാർട്ടപ്പ് ഞങ്ങൾ ചെയ്തു. ഇനി ഞങ്ങൾക്ക് കുറേ സ്ഥലങ്ങൾക്ക് പോകണം, കുറേ സ്ഥലം കാണണം. ഇതൊരു തുടക്കം മാത്രം. അതെ. I'm tired of guessing so dumb. You wanna come a little closer? Can't tell what is wrong or right. This feeling I have inside. Stop trying to fight 'cause you wanna come a little closer. ഇതാണ് നമ്മുടെ മാഗ്ഡലൻ എൻവയറമെൻറ്റൽ ഫാം ഹൗസ് റിസപ്ഷൻ. ഇത് നമ്മൾ ഇതിൻ്റെ കയറുവാണ്. ഇതാണ് കയറുന്ന എൻട്രി. ഇതാണ് ആപ്പിൾ ട്രീ. ആപ്പിൾ ട്രീ ഉണ്ടോ? അതല്ലേ ആപ്പിൾ ട്രീ. ആപ്പിൾ ട്രീ ഇത് ആപ്പിൾ അറിയില്ല. ഇത് ജുവാന, അത് അല്ലത്തെ മയൂഖ പറിക്കാറായതാണോ? തിന്നു നോക്കിയേ പുളിയുണ്ടോന്ന്. മരത്തേന്ന് പറിച്ചല്ലേ, കടിച്ചു നോക്ക്. അടിപൊളി സെറ്റപ്പ് ആട്ടോ. പുളിയാണോ? വലിയൊരു പോണ്ട്. മീൻ പിടിക്കാൻ പോയിട്ട് നമുക്ക് നോക്കാം. വാ. ഹലോ ഗായ്സ്, ഇതാണ് ഞങ്ങളുടെ പ്ലേ ഗ്രൗണ്ട്. പിള്ളേരൊക്കെ തകർത്ത് കളിക്കുക. എന്താ ഫുട്ബോൾ കളിക്കുവാണ്. ഫുട്ബോൾ ഗേൾസിന് ഇൻട്രസ്റ്റ് ഇല്ലാത്ത ബോയ്സ് അവിടെ ഫുട്ബോൾ കളി, ഗേൾസ് ഇവിടെ.
അപ്പം ഇതാണ് നമ്മുടെ റിസപ്ഷനിൽ ഇങ്ങനെ കയറുമ്പോൾ ഇവിടെ ചെറിയ കോഫി മേക്കറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെയാണോ, ഇതാണ് നമ്മുടെ കിച്ചണിലേക്ക് നമുക്ക് പോവാം. ഇവിടെ നേടാ ടോയ്ലറ്റ്, വാഷ് ബേസ്. ഇതാണ് ഞങ്ങളുടെ കിച്ചൺ. ഇതാണ് കിച്ചൺ. അതിവിശാലമായൊരു കിച്ചണുണ്ട് നമുക്കിവിടെ. നമ്മുടെ താമസങ്ങൾ കൊണ്ട് സാധനങ്ങളെല്ലാം കൊണ്ട് വെച്ചേക്കുവാണ് ഇവിടെ. അടിപൊളി കിച്ചൺ എന്ന് വെച്ചാൽ അടിപൊളി കിച്ചൺ, എല്ലാ ഫെസിലിറ്റിയും. ഡിഷ് വാഷർ, മിക്സിയൊക്കെ ഞങ്ങൾ കൊണ്ടുവന്ന കേട്ടോ, ഫ്രിഡ്ജ്. പിന്നെ നമ്മുടെ കിച്ചൺ നമുക്ക് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ വലിയൊരു ഹോളാണ്. നമുക്കിവിടെ ഇവിടെ വലിയ ഹോം, അത് കുഴപ്പമൊന്നുമില്ല. ഇത് നമ്മുടെ അപ്പോൾ ഇത് നമ്മുടെ അജീഷിൻ്റെ കൊച്ചാണ്. അജീഷിനെ നമുക്ക് പരിചയപ്പെടാം. ഇതാണ് നമ്മുടെ ഈ ഫാം ഹൗസിൻ്റെ ഒരു ഷോർട്ട് ഡയഗ്രാം. നമ്മളെവിടെ ഇപ്പം മയൂക്ക നമ്മൾ നിൽക്കുന്നത് അറിയാം എവിടെയാണ്? അല്ല, ഇതിനകത്ത് എവിടെയാണെന്ന് അറിയോ? ആ ആരോ മാർക്ക് ഇടിച്ചിരിക്കുന്നിടത്താണ്. ആരോ മാർക്ക് അതിന് മേലെയാണ് നമ്മൾ നിൽക്കുന്നത്. ഓക്കെ. ആ 6 റൂംസ് ഉണ്ട്. ഇനി ഒരു വലിയ റൂമുണ്ട്. ഇത് നിങ്ങളുടെ റൂം അല്ലേ? ഓക്കെ. ഇതെന്ന് പറഞ്ഞേ താഴോട്ട് നോക്കി. ആ ഇത് വലിക്കട്ടോ. അതാണ് വലിയ റൂം ഞങ്ങൾക്ക് ഇവിടെ. 1 2 3 4 5 6 7 8 9 10 ബെഡ്റൂം റൂം. ആ ഓക്കെ. ഇതാണ് നമ്മുടെ റൂംസ് കാര്യങ്ങളെല്ലാം. ഇവിടെ എല്ലാം കിച്ചണിൽ പരിപാടി തുടങ്ങിയത് അല്ലേ? ഇവിടെ ഒരു സബോള കട്ടിക്കുന്നു. ഇതാണ് നമ്മുടെ അജീഷ് കേട്ടോ. ബിപിൻ ഭയങ്കര വെട്ടില്ല. ദിവസം വന്നപ്പോഴേ തുടങ്ങി വരും. അപ്പോൾ ഞങ്ങൾ ഇന്ന് 2ാമത്തെ ദിവസമാണ്. ഇന്നലെ ഞങ്ങളുടെ പരിപാടിയെല്ലാം കഴിഞ്ഞപ്പോൾ ഒരു 3 മണിയായി. ഇന്നലെ അടിച്ചു തകർത്തു. ഇപ്പോൾ ഞങ്ങൾ രാവിലെ ഞങ്ങളിവിടെ ഒരു പുഴയുണ്ടെന്ന് പറഞ്ഞു. അത് ഞങ്ങൾ കാണാൻ വേണ്ടി ഞങ്ങൾ പോവാം. പിന്നെ ഈ സ്ഥലമൊക്കെ ഇങ്ങനെ ഫാം ഹൗസ് ഇങ്ങനെ മൊത്തം ഏരിയ ഞങ്ങളിങ്ങനെ ഒന്നൊരു വിസിറ്റിന് ഇങ്ങനെ ഇറങ്ങിയുക. രാവിലെ ഞങ്ങൾ ദോശയൊക്കെ കഴിച്ചു. ദോശ ചമ്മന്തിയെല്ലാം രാവിലെ തട്ടി വയറെല്ലാം ഫുള്ളായി. അപ്പം പുഴയിൽ പോയി നോക്കട്ടെ.
ഷാനുവിഹാനൊക്കെ രാവിലെ ബോൾ കിട്ടിയോ? ബോൾ കിട്ടിയല്ലോ. ബോൾ കിട്ടില്ല, ബോളാ. പതുക്കെ ബോൾ കിട്ടിയിട്ടുണ്ട്. പതുക്കെ. അവനെ കാണിച്ച്. എങ്ങോട്ട് പോവാ? അപ്പോൾ ഞങ്ങളപ്പോൾ പുഴയിൽ പോവുകയാണ്. അറിയത്തില്ല പുഴ എത്ര വലുതാണെന്നൊന്നും, പോയി നോക്കാം. അതെ, ഞങ്ങൾ ഇച്ചിരി ലേറ്റായി. ഇല്ലൂടെ നമ്മൾ 3 മണിക്കാണ് കിടന്നത്. എന്നിട്ട് നമ്മൾ രാവിലെ എഴുന്നേറ്റ് ദോശയൊക്കെ കഴിച്ചിട്ട് ഈ സമയമായി. എന്നിട്ട് അതിൽ ട്രെയിൻ പോകുന്നു. അയ്യോ, ഈ സൈഡിലോട്ടായിരിക്കുമോ? ഓക്കെ, ഇവിടെ ഒരു ഗേറ്റ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഉച്ചക്കൂട്ടം ബദലാടാൻ ശ്രമിക്കുന്നു. ഇത് നമ്മുടെ ആൾക്കാരൊക്കെ നമ്മളങ്ങനെ ഫൈനലി ഇവരെ കണ്ടുപിട്ടിരിക്കുകയാണ്. ദൈവമേ, പുഴയുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ പുഴ കണ്ടെത്തിയിരിക്കുന്നില്ല. നമ്മുടെ കുഞ്ഞിപ്പെണ്ണി ഈസ് എൻജോയിങ് ഹെർ റൈഡ്. എല്ലാം കണ്ടുപിടിച്ച ശേഷം തിരിച്ചു വരികയാണ്. പിള്ളേരെല്ലാം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇങ്ങനെ ഇപ്പൊ പുഴ ചാടാന്ന് പറഞ്ഞാ നിൽക്കുന്നത്. ഇതാണ് ഉണ്ണിമോടെ പുയിപ്പല്ലേ. പറഞ്ഞാണ് ചെരുപ്പിടാൻ. അപ്പം ചെളി പറ്റാതിരിക്കാനും വെള്ളം പറ്റാതിരിക്കാനും ഷൂ ഇട്ടുണ്ടോ ഒരാഴ്ചയാണ് ഇരിക്കുന്നത്. ഒട്ടും നനഞ്ഞിട്ടില്ല. അതെ അതെ, വളരെ സാഹസികമായി വളരെ സാഹസികമായിട്ട് നിജുവേട്ടൻ പ്രിപ്പറേഷൻ കുറഞ്ഞു പോയത്. ക്യാമ്പ്, ദുരിതാശ്വാസ ക്യാമ്പ്. നിങ്ങക്ക് എവിടെ ഇഷ്ടപ്പെട്ടോ? അങ്ങനെ ചിരിക്കരുത്. ഓക്കെ, നിങ്ങളോട് തോന്നേ. ഓക്കെ, നിനക്ക് ഇഷ്ടപ്പെട്ടോടാ? ഇഷ്ടപ്പെട്ടു. പിള്ളേരാണ് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത്. പാലക്കാർ എവിടെ തോന്നേ? പാലക്കാര് ഇല്ല, വെറുതെ കൊച്ചിനെ ഫോഴ്സ് ചെയ്യരുത്. അതെ, കുഞ്ഞിനോട് ഇഷ്ടപ്പെട്ടോ? കുഞ്ഞിന് ഇഷ്ടപ്പെട്ടു. ഇതാണ് നമ്മുടെ താരം. അതെ, ഇവിടുത്തെ താരമാണ് മാധവൻ മഹാദേവൻ. മാധവൻ ഇഷ്ടപ്പെട്ടോടാ? ഇഷ്ടപ്പെട്ടു. ആ, അവൻ ഇഷ്ടപ്പെട്ടു. ഇതാണ് അജീഷ് ചേട്ടൻ. വളരെ അതെ, അജീഷ് എന്ന് പറഞ്ഞാൽ ആർക്കും അറിയില്ല. പവിത്രൻ എന്ന് സ്വന്തം അച്ഛന്റെ പേരിൽ ഇത്രയും പ്രശസ്തനായ ഒരു വ്യക്തി ആരും ഉണ്ടാവില്ല. സോമചേച്ചിക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. മയൂഖയ്ക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ലേഡി മയൂഖയ്ക്ക് ഇഷ്ടപ്പെട്ടു. ഇത് 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 ഈ ഗ്രൂപ്പിലെ ഏറ്റവും മുതിർന്ന, അതായത്
അതെ, രായ് ചേച്ചി നെൽസൺ ചേട്ടനുമാണ്. രായ് ചേച്ചി നെൽസൺ ചേട്ടനുമാണ് ഇതിലുള്ള ഫ്രണ്ട്സ് ഗ്യാങ്ങിൽ ഏറ്റവും ആദ്യം കല്യാണം കഴിച്ച് കുടുംബജീവിതം ആരംഭിച്ച ഇതിലെല്ലാം തുടക്കം കുറിച്ച ആൾക്കാർ. ഇഷ്ടപ്പെട്ടാടാ മത്തായി? ആ, മത്തായിയാണ് പിള്ളേരിൽ ഏറ്റവും മൂത്ത ആള്. മത്തായി അല്ല, നെൽവിൻ. നിയോ. അത് നിയമനെ അറിയാലോ. മത്തായിന്ന് ചേട്ടനെ പറഞ്ഞോണ്ടാ. ചേട്ടന്റെ പേര് നമുക്ക് പറയണല്ലോ. രാജേച്ചിക്ക് ഇഷ്ടപ്പെട്ടോ? ഇവരാണ് ഏറ്റവും ദൂരെന്ന് വന്ന്. നിങ്ങളെവിടെ നിന്ന് വന്ന്? അതെ അതെ, ഇഷ്ടായി. ഓക്കെ, ഇനി നമ്മുടെ സ്വന്തം അയൽക്കാർ. പൊന്നൂര് ഇഷ്ടപ്പെട്ടില്ല? പൊന്നു യെസ്, ജുവാനക്ക് ഇഷ്ടപ്പെട്ടു. ജുവാൻ റിയലി എൻജോയ്. ഇഷ്ടപ്പെട്ടില്ലേ? എൻജോയ്. സ്ഥലം കണ്ടുപിടിച്ച് നമ്മള് നല്ലൊരു പ്രോജക്റ്റ്, നല്ലൊരു പ്രോഗ്രാം പ്ലാൻ ചെയ്ത് എല്ലാം അടിപൊളിയായിരുന്നു. ഓക്കെ, ഇപ്പം എല്ലാവരും എൻജോയ് ചെയ്യുന്നു. പിള്ളേരൊക്കെ ഇവിടെ ഓരോരോ ആക്ടിവിറ്റീസിൽ കൂടി ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അതായിരുന്നു ഏറ്റവും കുഞ്ഞാള് ഞങ്ങളുടെ കുഞ്ഞിപ്പെണ്ണ്. ഞങ്ങൾ ഈ വണ്ടിയെല്ലാം എടുത്തോണ്ടാണ് നേരത്തെ വരുന്നുണ്ട്. ഇത് ജോസി, ഇത് ബിൽബി. അതെ, ഹലോ, ഇങ്ങോട്ട് നോക്കിക്കേ. എന്ത് യൂട്യൂബ്? ആശാന്റെ പടം വന്നേതല്ലേ? നിങ്ങൾ ഇഷ്ടപ്പെട്ടോ? നിങ്ങൾ എവിടുന്നാ വന്നേ? അതെ, ഹാപ്പിയാണോ? ഹാപ്പിയല്ലേ? ഹാപ്പിയല്ലേ? അപ്പൊ അവര് ഹാപ്പിയാണ്, അവര് എൻജോയ് ചെയ്യുന്നു. പിന്നെ ശ്രദ്ധിക്കണ്ടേ അമ്മാനെ? ഹാപ്പിയാണ്. നിങ്ങൾ എൻജോയ് ചെയ്തില്ലടാ ഷാൻവി? ഹാൻ ഇഷ്ടായില്ലേ? അതിന് കളിക്കാൻ ഇഷ്ടം. അപ്പൊ ഇഷ്ടമായില്ലേ? ഞങ്ങൾ പുഴ അന്വേഷിച്ച് ഈ ഭ്രാന്തപ്രദേശത്തിൽ കൂടെ ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെ പുഴ കണ്ടുപിടിച്ചില്ല. ഇവിടെ എവിടെയോ പുഴയുണ്ടെന്നാണ് പറഞ്ഞത്. എല്ലാവരും വെള്ളത്തിൽ കളിക്കുവാണ്. ഗെയ്സ്, ഇവിടെ നോക്ക് ഗെയ്സ്. എൻ്റെ തകർക്കുക പിള്ളേരെ വെള്ളത്തിൽ കിടന്ന്. ഇവിടെ ചൂണ്ടിടും.
ഇവിടെ കുഞ്ഞൊരു കുളമുണ്ട്. ഞങ്ങൾ അതിനകത്ത് ഇങ്ങനെ ചൂണ്ടയിടാൻ പറ്റുമെന്ന് നോക്കുകയാണ്. ഇല്ല മീൻ കിട്ടുമെന്ന്. നമ്മുടെ ബിബിൻ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നു. എല്ലാം കിട്ടുമോ? അത് വളരെ കുറവാണ്. ഇവിടെ തെളിച്ചുണ്ടല്ലോ. ഇവിടെ കുഴപ്പമില്ലല്ലോ. ചേറാണ്. ഒരു നടപടിയില്ല, കിട്ടുമില്ലതും. നമ്മുടെ വൈകിട്ടത്തെ കുക്കിങ്ങിനുള്ള പരിപാടിയായിട്ട് ഇവിടെ പവിത്ര അതിശക്തമായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പവിത്ര, നമ്മുടെ വൈകിട്ടത്തെ സ്പെഷ്യൽ എന്നാ? വൈകിട്ടത്തെ സ്പെഷ്യല് കപ്പ ബിരിയാണി. നമ്മുടെ പാത്രം ചെറുതാണ്, അതുകൊണ്ട് 2 പാത്രത്തിനായിട്ട് ഉണ്ടാക്കും. പവിത്ര സഹായിക്കാൻ പവിത്രൻ്റെ വൈഫ് ഇവിടെ ഉണ്ട്. സഹായിച്ചുകൊണ്ടിരിക്കണം, കഴിച്ച് സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇങ്ങനെ ചിട്ടുകൾ തുടങ്ങി. ശക്തമായിട്ടുള്ള ഇവിടെ ഗുലാം പരസ്യകൾ കിടക്കുവാണ്. അങ്ങനെ ഇവിടെ ഒരാൾ ഇങ്ങനെ ഉറങ്ങുവാണ്. നല്ല ഉറക്കത്തിലാണ്. ഫോൺ കണ്ടുകൊണ്ടിരുന്ന് ഉറങ്ങിപ്പോയി. ഇവിടെ പുറത്ത് പിള്ളേരുടെ കളിയിൽ നടക്കുന്നു. അകത്ത് ഗാനമേള നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗാനമേളയിലേക്ക് പോവാം. I've been waiting on
അങ്ങനെ ഞങ്ങളുടെ പരിപാടി ഫൈനലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ഒരു രാത്രി കൂടെ ഞങ്ങൾ ഇന്നിവിടെ നാളെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞ് ഇവിടുന്ന് ചെക്കൗട്ട് ആവും. അപ്പം ഇപ്പോൾ ഇന്ന് വൈകിട്ട് ബാർബിക്യൂ സെറ്റ് ചെയ്തു. ബാർബിക്യൂ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. Pulling up black windows once you go down. You must be crazy if you think that I'ma slow down. Don't wanna hear it talking shit, fuck the drama. Keep it coming, I'ma send you to your mama. Mr. Whip, 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 get the guns out. Dropping bodies in the place till the sun's out. Can't fuck with this, I'm going to try. Cause when the bullets fly, I'm the last one to die. നമ്മുടെ അവിടെ പോർക്ക് സ്റ്റീക്ക് റെഡി ആയിട്ടിരിക്കുകയാണ്. എല്ലാവരും ഇങ്ങനെ എടുത്ത് ഇങ്ങനെ അടിച്ച്, അതെ മലയാളത്തിൽ പറഞ്ഞ പന്നി കഷ്ണം. എങ്ങനെയുണ്ട് പന്നിയെ പറ്റി ഒരു അഭിപ്രായം പറയൂ. പെപ്പർ ഉപ്പലായിട്ട് ഓ വാ ഓ വാ എങ്ങനെയുണ്ട്? അടിപൊളിയാണോ? സൂപ്പർ. അടുത്ത് നമ്മളത് ചിക്കൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ചിക്കൻ റെഡി ആയിട്ടിരിക്കുകയാണ്, റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. If you think that I'ma slow down, don't wanna hear it talking shit, fuck the drama. You keep it coming, I'ma send you to your mama. It's the whip, quick clip, get the guns out. Dropping bodies into place till the sun's out. Can't fuck with me, so don't even try. Cause when the bullets fly, I'm the last one to die. Pulling up black windows once you go down. You must be crazy if you think that I'ma slow down. Don't wanna hear it talking shit, fuck the drama. വിണ്ണിൽ നിന്നും താരി വന്ന ലാവണ്യമേ
കിളികളും ചോരപ്പറവകളും മേളിച്ച കാട്ടിലെങ്ങോ ഒരു വേടൻ വല വിരിച്ചു. അയ്യോ അങ്ങനെ ഞങ്ങൾ ഇവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. ഞങ്ങൾ ഇവിടുത്തെ പരിപാടിയൊക്കെ സൂപ്പറായിരുന്നു. ഈ ഫാം ഹൗസ് നമുക്ക് ശരിക്കും നമ്മൾ എൻജോയ് ചെയ്തു അല്ലേ? അതെ. ഇവന് എന്തെങ്കിലും പറഞ്ഞോ, എങ്ങനെ ഉണ്ടായിരുന്നു ഇവിടുത്തെ നമ്മുടെ പരിപാടി? ഇവിടുന്ന് പോകുന്നതിലൊരു സങ്കടം ഉണ്ട്. അതെ, നമ്മൾ അധിക ദിവസം സ്പെൻഡ് ചെയ്യാൻ നമുക്ക് കിട്ടിയില്ല എന്നൊരു തോന്നലുണ്ട് ഇപ്പോൾ മനസ്സിൽ. ഒരു 3-4 ദിവസം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. എന്നാലും ഉള്ള ദിവസം കൊണ്ട് നമ്മൾ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. എല്ലാവർക്കും പഴയ സ്ഥലങ്ങളിൽ ഉണ്ടായിരുന്ന പോലെ ഒരു ഫീലിങ്സ് ആയിരുന്നു. സത്യം. വേറെ UK വന്നായിട്ട് തോന്നിയില്ല. എല്ലാവരും ഈ ഡൽഹിയിൽ തന്നെ ആയിരുന്നു എന്നുള്ളൊരു മനോഭാവത്തിലായിരുന്നു എല്ലാവരും ഇവിടെ സ്പെൻഡ് ചെയ്തത്. ഓക്കെ ഓക്കെ. അപ്പം നമ്മൾ നമ്മുടെ 2 ദിവസത്തെ വണ്ടർഫുൾ സ്റ്റേ അവസാനിച്ചിരിക്കുകയാണ്. ഇല്ല നമ്മളെല്ലാവരും അടിച്ചു പൊളിച്ചെങ്കിലും ഇപ്പോൾ പോകുമ്പോൾ എല്ലാവർക്കും വിഷമമാണ്. എന്നാലും എല്ലാവരും റെഡിയായി. നമുക്ക് 12 മണിക്ക് വെക്കേറ്റ് ചെയ്യണം. ഇപ്പോൾ 11:30 ആയി. നമ്മൾ വെക്കേറ്റ് ചെയ്യാണ്. അപ്പം നമുക്ക് ഇനി ഇതുപോലെ ഞങ്ങൾ എല്ലാവരും എവിടെയെങ്കിലുമൊക്കെ ഒത്തുകൂടുന്നുള്ള പ്രോമിസിൽ ഞങ്ങൾ ചെറിയൊരു ഇടവേളയിലേക്ക് എല്ലാവരും ഓരോരോ വഴികളിലേക്ക് പിരിയുകയാണ്. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും വീഡിയോസ് എല്ലാം കാണണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് ഇനി കാണാം.